ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ മഴയത്ത് എന്ന മലയാളം മൂവിനെ കുറിച്ചിട്ടാണ്. പെൺമക്കളുള്ള ഓരോ അച്ഛനും അമ്മയും കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മൂവിയാണിത്. അതുമാത്രമല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജും ഈ മൂവി പറയുന്നുണ്ട്. ഈ ഒരു മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്കധികം സമയം കളയാതെ നേരെ നമ്മുടെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ തുടക്കത്തിൽ ഒരു വീട് കാണിക്കുന്നു. ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നായകനും അവന്റെ ഭാര്യയും അവരുടെ ഒരു മകളുമാണ്. സെന്റിൽ എന്നാണ് നായകന്റെ പേര്, ഭാര്യയുടെ പേര് സംയുക്ത. ഇതാണ് അവരുടെ മകള് കാവ്യ. ഇവളിപ്പോ 9ാം ക്ലാസ്സിൽ പഠിക്കുവാണ്. പെൺകുട്ടികൾക്ക് പൊതുവെ അച്ഛന്മാരുമായിട്ട് ഭയങ്കര കണക്ഷൻ ആയിരിക്കുമല്ലോ. ഇവൾക്കും അങ്ങനെ തന്നെയാണ്. അച്ഛൻ കഴിഞ്ഞിട്ടുള്ളൂ അവൾക്ക് അമ്മ. നായകനും മകളെന്ന് പറഞ്ഞ ജീവനാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകനും നായികയും എവിടെയൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നു. സന്തോഷത്തോടു കൂടിയുള്ള ഒരു കുടുംബമാണ് അവരുടെയെങ്കിലും ഇവര് തമ്മിൽ ചെറിയ വഴക്കും പിണക്കും ഒക്കെ പതിവാണ്. നായിക ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് അവൾക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടുന്നില്ല. അവൾക്ക് കീർത്തി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ഫെമിനിസം എല്ലാം സംസാരിച്ച് നടക്കുന്ന അങ്ങനത്തെ ഒരു പെണ്ണാണ് അവള്. നമ്മുടെ നായിക ഇടയ്ക്കിടയ്ക്ക് കീർത്തിനെ കാണാൻ വേണ്ടി പോകും. സോ കീർത്തിന്റെ അടുത്തേക്ക് നായിക പോകുന്നത് നായകനൊട്ടും ഇഷ്ടമല്ല. അതിനെപ്പറ്റി പറഞ്ഞോണ്ടും ഇടയ്ക്ക് അവർ വഴക്കുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നായകന്റെ മകള് കാവ്യന്റെ ബർത്ത്ഡേ ആവുകയാണ്. അങ്ങനെ ഇപ്പൊ വീട്ടിൽ വെച്ച് അതിന്റെ പാർട്ടിയെല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പാർട്ടിക്കിടയിൽ വെച്ചിട്ട് നമ്മുടെ നായകൻ മകൾക്ക് വേണ്ടി ഒരു പട്ടിക്കുട്ടീനെ ഗിഫ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവൾ നല്ല ഹാപ്പി ആവുന്നു. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ നായകനും നായികയും ഉറങ്ങാൻ വേണ്ടി കിടക്കുവാണ്. ഈ സമയത്ത് ടിവിയിൽ ഒരു ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നു. മകളോട് മോശമായിട്ട് പെരുമാറിയ ഒരച്ഛനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന ന്യൂസ് ആയിരുന്നു അത്. ഈ ന്യൂസ് കണ്ട് എന്തോ പോലെ തോന്നുന്ന നമ്മുടെ നായിക പെട്ടെന്ന് തന്നെ TV ഓഫ് ആക്കി കിടന്നുറങ്ങുവാണ്. ഇവരുടെ മകള് കാവ്യ വേറെ റൂമിലാണ് കിടക്കുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് വേറെ ഒരു മുറി കിടക്കുന്ന അവൾക്ക് ഇടയ്ക്കൊക്കെ പേടി വരും. അങ്ങനെ പേടി വരുമ്പോഴെല്ലാം അവൾ ഇവരുടെ കൂടെ വന്ന് കിടക്കും. അങ്ങനെ ഇന്നും പേടി വന്ന് കാവ്യ നേരെ അവരുടെ മുറിയിലേക്ക് വന്നിട്ട് അവരുടെ നടുക്ക് കയറി കിടക്കുവാണ്. എന്നാൽ ഇത് അവളുടെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. നീ നിന്റെ റൂമിൽ പോയി കിടക്കടേന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അമ്മ അവളെ വഴക്ക് പറയുവാണ്. എന്നാൽ അച്ഛനാണല്ലോ അവളെ ഫേവറേറ്റ്. മുകളിലൂടെ കിടന്നോളാൻ ഈ സമയത്ത് അച്ഛൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ച് അവിടെ കിടക്കുവാണ്. അങ്ങനെ സീനോടെ കട്ടായിട്ട് ഒരു ദിവസം നമ്മുടെ നായകൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കാവ്യന്റെ ക്ലാസ് ടീച്ചർ നായകനെ കോൾ ചെയ്യുന്നു. സാർ, അർജന്റ് ആയിട്ട് സ്കൂൾ വരുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ മകൾ കാവ്യക്ക് എന്തോ സുഖമില്ല, ഞാൻ ദാ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നായകൻ പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് അവൾക്ക് മരുന്നെല്ലാം വാങ്ങി ഇപ്പൊ വീട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരുവാണ്. എന്നാൽ ഈ സമയം വീട് പൂട്ടി കിടക്കുവാണ്. അപ്പൊ നായകന് മനസ്സിലാവുന്നു നായിക അവളുടെ ഫ്രണ്ടായ കീർത്തിനെ കാണാൻ പോയതാണെന്ന്. നായകനാണെങ്കിൽ ഈ കാര്യം ഒട്ടും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ നായകൻ ആകെ പൊളിയുവാണ്. അങ്ങനെ നായകൻ അവളെ കോൾ ചെയ്യുന്ന സമയത്ത് അവൾക്ക് കോളും കണക്ട് ആവുന്നില്ല. അങ്ങനെ ദേഷ്യം വന്ന് നായകൻ പൂട്ട് പൊളിക്കുവാണ്. അങ്ങനെ ഈവനിങ് ആവുമ്പോൾ കീർത്തിന്റെ കൂടെയുള്ള കറക്കം എല്ലാം കഴിഞ്ഞിട്ട് നായിക ഇപ്പൊ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പൊ വീട്ടിലേക്ക് തിരികെ വന്ന അവള് അയ്യോ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. നിനക്കൊന്നും അറിയണ്ടല്ലോ, നിനക്ക് വീട്ടിലെ കാര്യങ്ങൾ മര്യാദയ്ക്ക് നോക്കാതെ നിന്റെ ഫ്രണ്ടിന്റെ കൂടെ അങ്ങനെ നടന്നാൽ മതിയല്ലോ. ഇങ്ങനെല്ലാം പറഞ്ഞു നായകൻ അവളെ ഒരുപാട് വഴക്ക് പറയുകയാണ്. അങ്ങനെ ആ സീനോടെ കട്ടായിട്ട് അടുത്ത ദിവസം രാവിലെ കാണിക്കുന്നു. മോൾക്ക് ശരിക്കും ഭേദമായിട്ടില്ല, അതുകൊണ്ട് ഇന്നും കൂടി സ്കൂളിൽ പോകണ്ടെന്ന് ഈ സമയത്ത് അച്ഛൻ പറയുന്നു. അതുപോലെ നായകനോട് ഇന്ന് പുറത്തൊന്നും പോവാതെ ഇവിടെ ഇരുന്ന് അവളെ നോക്കാനും പറയുവാണ്. ഈ സമയം നായിക പറയാണ് അയ്യോ അത് പറ്റില്ല, ഇന്ന് എനിക്ക് അർജന്റ് ആയിട്ട് ഒരു സ്ഥലം വരെ പോയേ തീരൂ. സോ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന ഒരു ദിവസം ലീവ് എടുക്ക്, എന്നിട്ട് മകളെ നോക്കി ഇവിടെ ഇരിക്കുക. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മതി, പോവാതിരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അർജന്റ് ആണെന്നൊക്കെ ഈ സമയത്ത് അവൾ പറയുവാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നായിക പോകുന്നെങ്കിലും ഇപ്പൊ അവൾ അങ്ങനെ പോയോണ്ട് അവർ തമ്മിലൊരു വഴക്കുണ്ടാവുകയാണ്. അങ്ങനെ നായകനോട് ഒരു വാക്ക് പോലും പറയാതെ നായകൻ വീടും പൂട്ടി മകളെയും കൊണ്ട് എവിടെയൊക്കെ പോവുകയാണ്. വൈകുന്നേരം തിരികെ വരുന്ന നമ്മുടെ നായിക വീട് പൂട്ടി കിടക്കുന്ന കണ്ടിട്ട് ഇവരവിടെ പോയി എന്നൊക്കെ ആലോചിക്കുന്നു. കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ വരുന്നില്ല. സോ ഇപ്പൊ കീർത്തി എന്ന് പറയുന്ന ഫ്രണ്ടിനെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്പൊ അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ പ്രശ്നം അവരുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കുവാണ്. അവർ തമ്മിൽ അങ്ങനെ അകലുന്നു. അവർക്ക് ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ലെങ്കിലും ഇത് ശരിക്കും ബാധിക്കുന്നത് കാവ്യനെയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകുന്നു. കാവ്യ ഇപ്പൊ ഒരാഴ്ച അച്ഛന്റെ കൂടെയും അത് കഴിഞ്ഞുള്ള ആഴ്ച അമ്മയുടെ കൂടെയാണ്. നായകനിപ്പോ പുതിയൊരു കാറൊക്കെ വാങ്ങുന്നു. ഇതേസമയം നമ്മുടെ നായക ഒരു പഴയ കാറും വാങ്ങുവാണ്. ഭാര്യയുമായിട്ട് പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങിയ അന്ന് മുതല് നമ്മുടെ നായകൻ മദ്യപാനം എല്ലാം സ്റ്റാർട്ട് ചെയ്തു. എന്നാലും മകള് തന്റെ കൂടെ താമസിക്കാൻ വരുന്ന ആ ദിവസങ്ങളിലെല്ലാം നമ്മുടെ നായകൻ നീറ്റാണ്. അങ്ങനെയൊരു ദിവസം കാവ്യന്റെ സ്കൂളിലെ പേരന്റ്സ് മീറ്റിംഗിന് നമ്മുടെ നായകനും നായിക ഒരുമിച്ച് വരുവാണ്. ഈ സമയം സ്കൂളിന്റെ പ്രിൻസിപ്പൾ അവരോട് സംസാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞു താമസിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൾ കാവ്യ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇങ്ങനെയും പറഞ്ഞിട്ട് പ്രിൻസിപ്പാള് ആ സ്കൂളിൽ കൗൺസിലിംഗ് എടുത്തു കൊടുക്കുന്ന ലിസി എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്, അവരുടെ അടുത്തേക്ക് ഇവരെ പറഞ്ഞയക്കുന്നു. എന്നാൽ അവരുടെ കൗൺസിലിംഗ് ഒന്നും ഇതിൽ വർക്ക്ഔട്ട് ആവുന്നില്ല. കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് സെന്റിൽ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് നമ്മുടെ നായകനും മകളും ഒരു കാറില് നായിക മറ്റൊരു കാറില് ഇങ്ങനെ പരസ്പരം മത്സരിച്ച് കാർ ഓടിക്കുവാണ് അവര്. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് നായകന്റെ കാറിന്റെ കൺട്രോൾ പോയിട്ട് അതൊന്ന് ആക്സിഡന്റ് ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകനും മകളും കൂടി പെട്ടെന്ന് തന്നെ നായകനെ ആശുപത്രിയിലാക്കുന്നു. അധികമൊന്നും പറ്റിയിട്ടില്ല, തലയ്ക്ക് ചെറിയൊരു പരിക്ക്. അവൾക്ക് ഇങ്ങനെ ആക്സിഡന്റ് ആയി അറിഞ്ഞിട്ട് അവളെ ഫ്രണ്ടായ കീർത്തി ഉണ്ടല്ലോ, അവള് പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുന്നുണ്ട്. ഇതേസമയം നമ്മുടെ നായകനാണെങ്കിൽ നായകന്റെ ഹോസ്പിറ്റൽ ബിൽ എല്ലാം അടയ്ക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയാവുന്ന സമയം നമ്മുടെ നായകൻ മകളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. ഇപ്പൊ വീട്ടിൽ കറണ്ട് ഇല്ല. ഭയങ്കര ടയർഡ്നെസ് തോന്നുന്നതുകൊണ്ട് തന്നെ കാവ്യ പെട്ടെന്ന് കയറി കിടക്കുവാണ്. അങ്ങനെ അവൾ ഉറങ്ങിപ്പോകുന്നു. കുറെ നേരം കഴിഞ്ഞ് നമ്മുടെ നായകൻ ആ റൂമിലേക്ക് വരുവാണ്. ഈ സമയം ബെഡില് കുറച്ച് രക്തത്തിന്റെ പാടുകളെല്ലാം കാണുന്നു. അങ്ങനെ ഇപ്പൊ കാവ്യനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഇതെന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുവാണ്. അവൾക്കൊന്നും അറിയത്തില്ല. ഇതേസമയം തന്നെ അവളുടെ ഡ്രസ്സിലും ബ്ലഡ് കാണുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് പ്രായം എത്തിയതാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ പെട്ടെന്ന് നായകനെ കോൾ ചെയ്തിട്ട് നായകൻ ഈ കാര്യം പറയുന്നു. എന്നിട്ട് ഫോൺ കാവ്യക്ക് കൊടുക്കുവാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭാര്യ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നു കാവ്യക്ക്. ഇതേസമയം നായകൻ അവൾക്ക് വേണ്ട ക്ലോത്ത്സ് എല്ലാം എടുത്തു കൊടുക്കുന്നു.
കൊടുക്കുവാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ നായിക കീർത്തിനെയും കൂട്ടിക്കൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ഈ ഒരു സമയത്ത് ഏത് മകളും അമ്മയുടെ പ്രസൻസ് ആഗ്രഹിക്കുമല്ലോ, അതുകൊണ്ട് നായിക അവിടെ താമസിക്കാൻ തുടങ്ങുവാണ്. അങ്ങനെ ഈ ഒരു കാര്യം കൊണ്ട് നായകനും നായികയായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറുന്നു. അവർ വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുവാണ്. ഇത്ര നാളും കൂടെ ഭാര്യ ഇല്ലാത്തതുകൊണ്ട് നായകൻ നന്നായിട്ട് പാചകം എല്ലാം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ ചായ എല്ലാം വെച്ചുകൊണ്ട് കൊടുക്കുവാണ്. അങ്ങനെ ഇവിടുന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം രാത്രി നമ്മുടെ നായകനും നായികയും റൂമിൽ കിടക്കാൻ തുടങ്ങുവാണ്. പുറത്ത് ഈ സമയത്ത് നല്ല ഇടിയും വെട്ടി മഴ പെയ്യുന്നുണ്ട്. ഇടിവെട്ടുന്ന സൗണ്ട് എല്ലാം കേട്ടിട്ട് ഒറ്റയ്ക്ക് മറ്റൊരു മുറി കിടക്കുന്ന കാവ്യയ്ക്ക് പേടിയാവുന്നു. അങ്ങനെ അവള് പേടിയാവുന്നു പറഞ്ഞുകൊണ്ട് നേരെ അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ അവരെ നടുക്ക് കയറി കിടക്കുന്നു. ഈ സമയം നായിക അവളെ വഴക്ക് പറയാണ്. എടി കൊച്ച, നീ ഇപ്പൊ വലിയൊരു പെണ്ണാണ്, സോ ഇനി നിനക്ക് അച്ഛന്റെ അമ്മേന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി കിടക്കാൻ പറ്റില്ല. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് നായിക കാവ്യനെ അവളെ റൂമിൽ കൊണ്ടേയാക്കുവാണ്. ഈ സമയം നായകൻ ഒടേക്ക് എഴുന്നേറ്റ് ചെല്ലുന്നു. മോൾക്ക് പേടിയാണെങ്കിൽ മോളുടെ കൂടെ നിന്ന് അച്ഛൻ കിടക്കാന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കൂടെ അവളുടെ മുറി കിടക്കുവാണ് നായകൻ. ഇതെല്ലാം കാണുന്ന സമയത്ത് നായികയ്ക്ക് അകദേശം വരുന്നുണ്ട്. എന്നാലും അവളൊന്നും പറയുന്നില്ല. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. കാവ്യന്റെ അടുത്ത ബർത്ത്ഡേ വരുവാണ്. ഈ സമയത്ത് നായകൻ അവൾക്ക് ഒരു സൈക്കിൾ ഗിഫ്റ്റ് ചെയ്യുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ നായകനും നായികയും വീണ്ടും പഴയ പോലെ തന്നെ നല്ല സ്നേഹത്തിലാവുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയ കാര്യം നടക്കുന്നത്. ഒരു ദിവസം ക്ലാസ്സിലിരിക്കുന്ന കാവ്യ മയങ്ങി വീഴുവാണ്. അങ്ങനെ പെട്ടെന്ന് ടീച്ചേഴ്സ് അവളെ ആശുപത്രിയിലാക്കുന്നു. അങ്ങനെ അവളെ ചെക്ക് ചെയ്ത ഡോക്ടർ ഒരു വലിയ കാര്യം പറയുവാണ്. അത് കേട്ടിട്ട് അവർ ലരിഞ്ഞെട്ടി പോകുന്നു. നമ്മുടെ കാവ്യ ഇപ്പൊ പ്രഗ്നന്റ് ആണെന്ന്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് പ്രിൻസിപ്പാളൊക്കെ ആകെ ഞെട്ടി പോവാണ്. ഈ കാര്യം ഒരിക്കലും പുറത്തറിയാൻ പാടില്ല, പുറത്തറിഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ ബാധിക്കും. ഇങ്ങനെ അവർ പറയുവാണ്. അതിനുശേഷം കാവ്യന്റെ പാരന്റ്സിനെ അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മേനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് എത്രയും വേഗം ഇങ്ങോട്ടൊന്ന് വരാൻ പറയുവാണ്. എന്നിട്ട് കാവ്യനെ കൗൺസിലിംഗ് ചെയ്യുന്ന ലിസി എന്ന് പറയുന്ന ടീച്ചർ ഉണ്ടല്ലോ, അവരുടെ അടുത്തേക്ക് എത്തിക്കുവാണ്. അങ്ങനെ ഇപ്പൊ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി അവര് കുറെ കാര്യം കാവ്യനോട് ചോദിക്കുവാണ്. ഈ സമയം കാവ്യ ഒന്നും തുറന്നു പറയുന്നില്ല. എനിക്ക് അച്ഛനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവൾ കരയുവാണ്. ഇതേ സമയം തന്നെ തല്ലിപ്പടിച്ച് നമ്മുടെ നായിക സ്കൂളിലേക്ക് എത്തുവാണ്. എന്നിട്ട് എന്താ പറ്റി, എന്റെ മകൾക്ക് എന്താ പറ്റിയേ, നിങ്ങളെന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞെന്നൊക്കെ ചോദിക്കുവാണ്. ഞങ്ങൾ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നൈസായിട്ട് അവർ ആ കാര്യം പറയുന്നു. ഇത് കേട്ട് നമ്മുടെ നായിക അവിടെ മയങ്ങി വീഴുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെയുള്ള ടീച്ചർമാരെല്ലാം നായികനെ എഴുന്നേപ്പിച്ചിരുത്തി അവളെ നോക്കിയാക്കുന്നു. എന്നിട്ട് കാവ്യ ഇപ്പോൾ ഉള്ള കൗൺസിലിംഗ് റൂമിന്റെ അടുത്തേക്ക് നായികനെ കൂട്ടിക്കൊണ്ടുവരുവാണ്. അങ്ങനെ കുറച്ചേരം കഴിഞ്ഞ് കൗൺസിലിംഗ് റൂമിൽ നിന്ന് നമ്മുടെ കാവ്യ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അമ്മനെ കാണുന്ന സമയത്ത് അവൾക്ക് ഒരുപാട് സമാധാനമാവുകയാണ്. അങ്ങനെ അമ്മാന്ന് വിളിച്ചുകൊണ്ട് അവൾ ഓടി നായികന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഈ സമയം നായികയ്ക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുവാണ്. ഇനി മുതൽ നീ എന്റെ മകളെ അല്ല, എന്റെ കൺമുമ്പിൽ കാണല്ലോ നിന്നെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. ഈ സമയം അവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാം നായികനെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാണ്. ഈ ഒരു സമയം കാവ്യന്റെ അമ്മയും കൂടി ഇങ്ങനെ പെരുമാറുമ്പോൾ കാവ്യ വല്ലാതെ ഡൗൺ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്കൂളിന്റെ വേണ്ടപ്പെട്ടവരെല്ലാരും കൂടി കൂടിയിട്ട് ഇപ്പൊ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു. ഈ സമയം കാവ്യനെ കൗൺസിലിംഗ് ചെയ്ത ആ ലിസി എന്ന് പറയുന്ന ടീച്ചർ ഉണ്ടല്ലോ, അവരിപ്പോ അവിടേക്ക് വന്നിട്ട് പറയുവാണ് കാവ്യക്ക് ഇതെങ്ങനെ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ഞാൻ അവളോട് ചോദിച്ചു. അവളൊന്നും തുറന്നു പറയുന്നില്ല. അച്ഛനെ കാണണമെന്നാണ് അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവളോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. അവൾ അങ്ങനെ വേറെ പയ്യന്മാരായിട്ടൊന്നും അങ്ങനെ ക്ലോസ് ആയിട്ടില്ല. സോ അവൾക്ക് സംഭവിച്ച ഈ കാര്യത്തിന് കാരണം അവളുടെ അച്ഛനാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇങ്ങനെയെല്ലാം അവർ പറഞ്ഞു കൊടുക്കുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് അവിടെയുള്ള ടീച്ചേഴ്സും ആ സ്കൂളിലെ ആൾക്കാരൊക്കെ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. ഇതേ സമയം കൗൺസിലിംഗ് റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാവ്യനെ കാണിക്കുന്നു. അവൾക്ക് ഇപ്പൊ അവളുടെ അച്ഛനെ കാണുന്നുണ്ട്. കാരണം അച്ഛൻ വന്നാൽ അവൾക്കൊരു സമാധാനമാവും. അങ്ങനെ ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഫോൺ എടുത്തിട്ട് അവൾ അച്ഛനെ കോൾ ചെയ്യുവാണ്. അങ്ങനെ അച്ഛൻ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അച്ഛാന്നും വിളിച്ചുകൊണ്ട് അവൾ കരയാൻ തുടങ്ങുന്നു. ഇതേ സമയത്ത് തന്നെ അവിടേക്ക് രണ്ട് ടീച്ചേഴ്സ് വന്നിട്ട് കാവ്യന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി വെച്ചിട്ട് അവളെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ്. ഈ സമയം നായകനാകെ ടെൻഷൻ ആവുന്നു. മോളെന്താ വിളിച്ച് കരഞ്ഞത്, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്തായാലും പ്രിൻസിപ്പാളിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നായകൻ പെട്ടെന്ന് പ്രിൻസിപ്പാളെ വിളിക്കുന്നു. എന്നിട്ട് എന്റെ മോൾക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ്. ഈ സമയത്ത് പ്രിൻസിപ്പാൾ ഒന്നും തുറന്നു പറയുന്നില്ല. അവളുടെ അമ്മ ഇവിടെയുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഈ സമയത്ത് അവർ കോളും കട്ട് ചെയ്യുന്നു. ക്ലിയർ ആയിട്ട് അവരൊന്നും പറയാത്തതുകൊണ്ട് നായകൻ വീണ്ടും അവരുടെ ഫോണിലേക്ക് കോൾ ചെയ്യുവാണ്. അപ്പോൾ അവർ കോൾ എടുക്കുന്നില്ല. ഇതേ സമയം അവിടുന്ന് കാവ്യനെ പിടിച്ചോണ്ട് വരുന്ന ആ ടീച്ചർമാരെ കാണിക്കുന്നു. കാവ്യനെ അവരങ്ങനെ പിടിച്ചോണ്ട് വരുന്ന കണ്ടിട്ട് നമ്മുടെ നായിക ഒരുപാട് വിഷമിക്കുവാണ്. അങ്ങനെ ഇപ്പൊ നായിക ഓടി അവളുടെ അടുത്തേക്ക് പോയിട്ട് അവളെ വഴക്ക് പറഞ്ഞതിനെ കെട്ടി പിടിച്ച് മാപ്പ് പറയുന്നു. എന്നിട്ട് മകളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയും ചെയ്യുവാണ്. ഇതേസമയം ആകെ ടെൻഷൻ ആയതുകൊണ്ട് നമ്മുടെ നായകൻ തല്ലി പഠിച്ച് സ്കൂളിലേക്ക് എത്തുവാണ്. ഇതേസമയം ആ സ്കൂളിന്റെ ആൾക്കാരും പ്രിൻസിപ്പാളും ടീച്ചേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതേസമയം തന്നെ നമ്മുടെ നായകൻ പ്രിൻസിപ്പാളെ കാണാൻ വേണ്ടി വന്നിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പിയോൺ വന്ന് പറയുവാണ്. അയാളോട് ഞാനിപ്പോ എന്ത് പറയാനാ, ഒരു കാര്യം ചെയ്യും, സാറുമാര് കുറച്ച് പേര് പോയിട്ട് അയാളോടൊന്ന് സംസാരിക്കുക. ഇങ്ങനെയും പറഞ്ഞിട്ട് പ്രിൻസിപ്പാള് കുറച്ച് സാറുമാരെയും പിന്നെ ആ ലിസി മിസ്സിനെ അവിടേക്ക് പറഞ്ഞയക്കുവാണ്. അങ്ങനെ ഇപ്പൊ അവരെല്ലാരും കൂടി നായകനെ വിളിച്ചോണ്ട് പോയിട്ട് കാവ്യക്ക് സംഭവിച്ച കാര്യം പറയുന്നു. ഇത് കേട്ട നമ്മുടെ നായകനാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അയാൾ കരഞ്ഞു പോവാണ്. അങ്ങനെ അയാൾ ഇതെല്ലാം കേട്ട് ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന അതേ സമയം തന്നെ ആ കൂട്ടത്തിലുള്ള ഒരു സാറ് വന്നിട്ട് അവരാരും കാണാതെ നായകന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ നായകനാണെങ്കിൽ എന്റെ മകൾക്ക് ഈ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയണം, എനിക്ക് പ്രിൻസിപ്പാളിനെ കണ്ട് സംസാരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നേരെ അവരുടെ ഓഫീസിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ സമയം അവിടെയുള്ള സാർമാരെല്ലാം അയാളെ തടയുവാണ്. അങ്ങനെ അയാളെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്താക്കുന്നു. തനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തന്റെ മകളോട് തന്നെ ചോദിക്കും, അവളെ നിങ്ങളുടെ ഭാര്യന്റെ കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇങ്ങനെയും പറഞ്ഞിട്ട് അവര് നായകനെ പറഞ്ഞയക്കുവാണ്. ഇതേസമയം നേരത്തെ നമ്മുടെ നായകന്റെ ഫോട്ടോ എടുത്ത സാറുണ്ടല്ലോ, അയാളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ മകളെ ഗർഭിണിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് നായകനെ മോശമാക്കുന്ന രീതിയിൽ നായകന്റെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് തയ്യാറാക്കുവാണ്. എന്നിട്ട് അത് സോഷ്യൽ മീഡിയാസിലേക്കെല്ലാം ഷെയർ ചെയ്യുവാണ്. ഇതുപോലത്തെ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വൈറൽ
വൈറലാവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മുടെ നായകനും ആ പോസ്റ്റ് കാണുന്നു. ഇത് നായകനെ വല്ലാതെ ഡൗൺ ആക്കുവാണ്. അങ്ങനെ നായകൻ അവന്റെ അങ്കിളിനെ കണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അതുപോലെ ആ പോസ്റ്റും കാണിച്ചു കൊടുക്കുന്നു. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇപ്പൊ ഈ വിഷമം ഒന്ന് മാറ്റാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി ഒരു ബാറിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ ഇരുന്ന് കുറച്ച് മദ്യപിക്കുന്നു. നായകൻ വിളിച്ചിട്ട് നായിക കോൾ എടുക്കുന്നില്ല. അങ്കിൾ ഒന്ന് അവളുടെ ഫോണിലേക്ക് വിളിക്കുക, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്ന് നായകൻ പറയുവാണ്. അങ്ങനെ ഇപ്പൊ അങ്കിൾ അയാളുടെ ഫോണിൽ നിന്ന് നായികനെ കോൾ ചെയ്യുന്നു. അങ്കിൾ വിളിച്ചുകൊണ്ട് അവള് കോൾ എടുക്കുവാണ്. ഈ സമയത്ത് അങ്കിൾ പറയാണ്, മോളെ സെന്റിൽ നിന്നോടൊന്നും സംസാരിക്കണമെന്ന്. ആ വൃത്തികെട്ട മനുഷ്യനെ എന്നെ എനിക്ക് കാണണ്ട, അയാളോട് എന്റെ കൺമുമ്പിൽ പോലും വരല്ലെന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നായിക കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയത്ത് നായകൻ വല്ലാതെ ഡൗൺ ആവുകയാണ്. അത് മാത്രമല്ല ആ ബാറിലുണ്ടായിരുന്ന ചില ആൾക്കാര് ആ പോസ്റ്റ് കണ്ടിട്ട് ഇതാ മറ്റേ കക്ഷിയിലെ എന്നൊക്കെ പറഞ്ഞ് നായകൻ ഒരുപാട് ചീത്ത പറയുവാണ്. അങ്ങനെ നായകൻ വിഷമിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം പ്രിൻസിപ്പാളിനെ കാണാൻ വേണ്ടി നായകൻ നേരെ സ്കൂളിലേക്ക് എത്തുവാണ്. എന്നാൽ ഇപ്പോഴും അവർ തടയുവാണ്. ഈ സമയത്ത് നായകൻ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും അങ്കിൾ വന്നവനെ പിടിച്ചു മാറ്റുന്നു. ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി അവര് പോലീസിനെ വിളിക്കും. അത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നായകനെ വിളിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ വീണ്ടും ഒരു ബാറിലേക്ക് വരുന്നു. അപ്പോഴവിടെയുള്ള കുറെ ആൾക്കാര് ആ പോസ്റ്റിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് നായകൻ ഒരുപാട് ചീത്തയെല്ലാം വിളിക്കുവാണ്. ഒരു കാര്യം അറിയാതെ നിങ്ങൾ സംസാരിക്കരുത്, എന്റെ മകളോട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ട് നായകൻ ഈ സമയത്ത് അവരോട് ചൂടാവുന്നു. അങ്ങനെ അത് വാക്ക് തർക്കമാവുകയാണ്. അങ്ങനെ അത് വലിയ പ്രശ്നമായി മാറുന്നു. അതിൽ നായകനെ കുറച്ച് തല്ലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും നായകന്റെ അങ്കിളും അവന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്ന് അവനെയും കൂട്ടിക്കൊണ്ട് നേരെ റൂമിലേക്ക് വരുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം അവനോട് ചോദിക്കുവാണ്. എടാ, ഈ ഒരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല, എന്റെ മകളോട് ഞാൻ അങ്ങനെ ചെയ്യുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഈ സമയം നായകൻ പൊട്ടിക്കരയുന്നു. അടുത്ത ദിവസം കാവ്യനെയും കൂട്ടിക്കൊണ്ട് നായിക ഒരു ആശുപത്രിയിലേക്ക് എത്തുവാണ്. എന്തിനാ നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ വേണ്ടി. ഇതേ സമയം തന്നെ ഈ കാര്യം അറിഞ്ഞിട്ട് നായകനും അവിടേക്ക് വരുവാണ്. അങ്ങനെ അവിടെ വെച്ച് കാവ്യനെ അവൻ കാണുന്നു. അങ്ങനെ അച്ഛനെ കണ്ടതും കാവ്യാണെങ്കിൽ അവിടുത്തെ റൂമിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കുന്നു. എന്നാൽ അവിടുത്തെ നേഴ്സ് തടയുവാണ്. അതുകൊണ്ട് ഇപ്പൊ അകത്ത് നിന്നിട്ട് അച്ഛാന്നും വിളിച്ചുകൊണ്ട് അവൾ കരയുവാണ്. ഇതേ സമയം തന്നെ പുറത്ത് നിന്നുകൊണ്ട് കാവ്യാന്നും വിളിച്ചുകൊണ്ട് നായകനെ കരയുന്നു. ഇതേ സമയം തന്നെ കുറെ ആൾക്കാർ വന്ന് നായകനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ നായകനെ ഒരുപാട് ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഇത് നായകനെ വല്ലാതെ ഡൗൺ ആക്കുന്നു. ആക്ച്വലി ഇവള് സ്കൂളിൽ ചെന്ന സമയത്ത് കാവ്യ ഈ ഒരു അവസ്ഥയിലാവാൻ കാരണം നായകനാണെന്നൊക്കെ ആ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നായകനോട്. അതെല്ലാം കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ ഇതുകൊണ്ടാണ് ഇവളിങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ ഈ സമയം അവിടെ വെച്ച് അവളോട് വഴക്കുണ്ടാക്കുവാണ്. ജനങ്ങൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, പക്ഷെ നീ എന്നെ മനസ്സിലാക്കാതെ പോകുന്നത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നായകൻ വല്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ അത്രയും പ്രശ്നം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ കാര്യം അറിഞ്ഞ് പെട്ടെന്ന് അവിടേക്ക് പോലീസുകാർ വരുന്നു. അങ്ങനെ നായകനെ അറസ്റ്റ് ചെയ്ത് തലേക്കൂടി ഒരു തുണിയിലായിട്ടിട്ട് പോലീസുകാർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ ഇരുത്തിയിരിക്കുന്ന നായകനെ കാണിക്കുന്നു. ഈ സമയം അവിടുത്തെ ഒരു പോലീസുകാരൻ താനൊക്കെ ഒരു മനുഷ്യനാണോ, സ്വന്തം അവളോട് ഇങ്ങനെ ചെയ്യാൻ തനിക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു എന്നൊക്കെ ചോദിക്കുവാണ്. ഓൾറെഡി നായകനെ പൊളിഞ്ഞിരിക്കുവാണ്. ചെയ്യാത്തൊരു കാര്യത്തിന് വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നായകന് വല്ലാതെ ദേഷ്യം വന്നിട്ട് ആ പോലീസിനെ തല്ലുവാണ്. ഇതേ സമയം തന്നെ അവിടെയുള്ള പോലീസുകാരെല്ലാം പിടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും അവിടുത്തെ എസ് ഐ അവിടേക്ക് വരുവാണ്. ഈ എസ് ഐ ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ ഇപ്പൊ എസ് ഐ അവിടേക്ക് വന്നിട്ട് ഈ കേസിനെ പറ്റി എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് നായകനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുവാണ്. അങ്ങനെ നായകൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം എസ് ഐ അവിടെ നിന്ന് നേരെ പ്രിൻസിപ്പാളെ കാണാൻ വേണ്ടി ആ സ്കൂളിലേക്ക് വരുവാണ്. മേഡം, നിങ്ങളൊക്കെ എന്ത് പ്രിൻസിപ്പാളാണ്, ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ ആദ്യം തന്നെ അത് പോലീസിനല്ലേ അറിയിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുവാണോ ചെയ്യേണ്ടത്? ആ കുട്ടിയുടെ അച്ഛനാണ് ഇതിനെല്ലാത്തിനും കാരണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ പോയിട്ടുള്ളത്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതൊക്കെ വിട്, കുറ്റക്കാരൻ അയാളാണെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? ഈ സമയത്ത് പ്രിൻസിപ്പാൾ കൗൺസിലിംഗ് ചെയ്ത ലിസി മാഡം പറഞ്ഞാണെന്ന് പറയുവാണ്. അവർ പറയുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾ അത് ഉറപ്പിച്ചു അല്ലേ? ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തെളിയിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ പോലീസുകാരെ അവിടെ നിയമിച്ചിരിക്കുന്നത്? അതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങളുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരു പാവ അച്ഛനെ കുറ്റം പറഞ്ഞിരിക്കുന്നു. ഇത് സത്യസന്ധനായ ഒരു അച്ഛനെ എത്രയധികം ബാധിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനും അയാളെ പോലെ തന്നെ ഒരു അച്ഛനാണ്, എനിക്കത് മനസ്സിലാവും. ഇങ്ങനെല്ലാം പറഞ്ഞുകൊണ്ട് എസ് ഐ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അടുത്ത സീനിൽ സംയുക്തനെ അവിടേക്ക് വിളിച്ചിട്ട് അവരോട് ഈ കാര്യം പറയുന്നു. ഞാൻ നിങ്ങളുടെ ഭർത്താവിനോട് ശരിക്കും സംസാരിച്ചതാണ്. ഇത്ര നാളുള്ള സർവീസിന്റെ എക്സ്പീരിയൻസിന്റെ പുറത്ത് ഞാൻ പറയാം, നിങ്ങളുടെ ഭർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ സ്കൂളിന്റെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളും കൂടി നിങ്ങളുടെ ഭർത്താവിനെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ 10 മാസം വയറ്റി ചുമന്ന് പ്രസവിക്കുന്ന കുട്ടികളാണ് അവര്. എന്നാൽ ആ കുട്ടീനെ അതിനുശേഷം നെഞ്ചിലാണ് ഓരോ അച്ഛന്മാരും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് മക്കളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു അച്ഛനും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയെല്ലാം പറഞ്ഞ് സംസാരിച്ച് നായകന്റെ ഉള്ളിലെ തെറ്റിദ്ധാരണയെല്ലാം അയാൾ മാറ്റിയെടുക്കുവാണ്. അതുപോലെ സയന്റിഫിക്കലി കുറച്ച് ടെസ്റ്റുകളെല്ലാം ചെയ്ത് നായകൻ കുറ്റക്കാരനല്ല എന്ന് അയാൾ തെളിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നായകന്റെ നിരപരാധിത്വം പുറത്തറിയുവാണ്. അങ്ങനെ ആ സീനെല്ലാം കട്ടായിട്ട് ഇപ്പൊ കുറെ മാസങ്ങൾക്ക് ശേഷം കാണിക്കുന്നു. അന്ന് കാവ്യ ആ ഒരു അവസ്ഥയിൽ അവൻ കാരണം ആരാണെന്നറിയാവോ? അവളെ പ്രഗ്നൻസിക്ക് കാരണം ആരാണെന്നറിയാവോ? അവളുടെ സ്കൂളിൽ അവളെ പഠിപ്പിക്കുന്ന ഒരു സാറായിരുന്നു. ഇയാളായിരുന്നു അന്ന് ആ സ്കൂളിൽ നിന്ന് നായകന്റെ ഫോട്ടോ എടുത്തിട്ട് കുറ്റക്കാരൻ നായകനാന്നുള്ള രീതിയിൽ ആ പോസ്റ്റ് ഉണ്ടാക്കി വിട്ടത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ സമയം കൊണ്ട് നായകൻ കണ്ടെത്തുവാണ്. അങ്ങനെ അയാളെ പിടിച്ചിട്ട് ഇനി ഒരു കുട്ടീനോട് ഇങ്ങനെ ചെയ്യാൻ താൻ ഉണ്ടാവില്ലെന്നും പറഞ്ഞുകൊണ്ട് അയാളുടെ മേത്ത് പെട്രോൾ ഒഴിച്ച് നായകൻ കത്തിക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ സീനെല്ലാം കട്ടായിട്ട് ഇപ്പൊ പ്രസന്റിൽ കാവ്യനെ കാണിക്കുന്നു. അവളുടെ ജീവിതത്തിൽ അന്ന് നടന്ന ആ കാര്യം അവളെ മെന്റലി ഒരുപാട് ബാധിക്കുന്നുണ്ടായിരുന്നെങ്കിലും നായകനും നായികയും കൂടി അവളോട് സംസാരിച്ച് അതിൽ നിന്നെല്ലാം അവളെ റിക്കവർ ആക്കുവാണ്. ഇപ്പൊ അവൾ പണ്ടത്തെ പോലെ തന്നെ മിടുക്കിയായി വേറൊരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുവാണ്. സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയായിരുന്നു ഈ ഒരു മൂവിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓരോ പാരന്റ്സും അവരുടെ കുട്ടികളോട് എങ്ങനെയായിരിക്കണം, എങ്ങനെ അവരെ കെയർ ചെയ്യണം, ഇതുപോലുള്ള ട്രാപ്പുകളിൽ നിന്ന് പെൺകുട്ടികളെ എങ്ങനെ അവരുടെ പാരന്റ്സ് സേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മൂവിയിലൂടെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഈ മൂവിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ ഇടുക. ഇനി ഇതുപോലെ നല്ല മെസ്സേജ് തരുന്ന മൂവിയുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.